കൊല്ലത്ത് കോവിഡ് ബാധിച്ച് മരിച്ച വീട്ടമ്മയുടെ വീട് ജപ്തി ചെയ്ത് കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഇതോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർ വരാന്തയിലാക്കി. ബാങ്ക് നടപടിയിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2016 മാങ്ങാട് സ്വദേശിനി ശാന്തമ്മ കൊല്ലം കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിനായി വായ്പയെടുത്തത്. 2021 ഹൃദ്രോഗിയായ ശാന്തമ്മ കോവിഡ് ബാധിച്ച് മരിച്ചു. പിന്നീടങ്ങോട്ട് ലോൺ അടവ് മുടങ്ങി. ഇതോടെ പലിശ കൂടി ഏകദേശം 25 ലക്ഷം രൂപ വരെ തിരിച്ചടവായി മാറി. ശാന്തമ്മയുടെ പെൺമക്കളായ സുബി, സൂര്യ എന്നിവർ വീട്ടുജോലിക്ക് പോയാണ് കുടുംബം പോറ്റുന്നത്. വീട് വിറ്റ് പണം തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്ക് നടപടി സ്വീകരിക്കുകയായിരുന്നു. നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ വഴിയോ എടുക്കുകയോ ഒന്നുമില്ല, നിവൃത്തിയില്ല. നമുക്കൊന്നും ജോലി ഇല്ലാത്തവരാണ്. കൂലിപ്പണിയാണ് ഇവിടെ ഹസ്ബൻഡിന് ജോലി. എനിക്ക് ജോലി ഒന്നും തന്നെ ഇല്ല. കൊച്ചു പെണ്ണാണുള്ളത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് കിടക്കുന്ന പെണ്ണാണുള്ളത്. പിന്നെ നമ്മളിതാ ഇന്നലെ ഇവിടെ ഇതുമൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ ഇവിടെ കേട്ടിരുന്നും കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റിക്കിടത്ത് ഞങ്ങളൊക്കെ ഇവിടെ അങ്ങിരുന്നൊക്കെ ഉറങ്ങി. നാളിതുവരെയായി 4 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചതെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. ഇക്കാരണത്താലാണ് വീട് അടച്ചുപൂട്ടി ബാങ്ക് നടപടി പൂർത്തിയാക്കിയത്. ഇതോടെ കുടുംബം വരാന്തയിലായി. ഞാൻ വന്ന് കണ്ടപ്പം വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. 3 സ്ത്രീകളാണ്. ഇവരെങ്ങോട്ട് പോകും? അവർക്ക് റോഡിലിറങ്ങി കിടക്കാൻ പറ്റുമോ? അത് റോഡ് സൈഡിനോട് ചേർന്നുള്ള വീടാണ്. ഈ പുറത്ത് അവർക്ക് കിടക്കാൻ പറ്റുമോ? 16 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ ആ ദയനീയാവസ്ഥ കണ്ടിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി ഞാൻ അടിയന്തരമായി ബന്ധപ്പെട്ടു. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നില്ല. പൂട്ടിക്കൊണ്ടുപോയവർ വന്ന് തുറക്കുന്നില്ല. ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ, കോൺഗ്രസ് ആണല്ലോ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത്, ആ കോൺഗ്രസ്സുകാരെ കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് ഇതൊരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്, ഇതാർക്കും ന്യായീകരിക്കാൻ പറ്റുന്നില്ല, ഈ 3 സ്ത്രീകൾ തെരുവിലിറങ്ങി കിടക്കണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് തരത്തിൽ പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു. പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. അതേസമയം ബാങ്കിന്റെ നടപടിക്കെതിരെ കുടുംബത്തെ സഹായിക്കാൻ പ്രാദേശിക CPIM നേതൃത്വം രംഗത്തെത്തി. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നടപടിയിൽ ഇളവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിയമസഹായവും CPIM നേതൃത്വം നൽകും. ന്യൂസ് മലയാളം, കൊല്ലം.